എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ്. ഇപ്പോൾ കൊറോണ കാലമാണ്, രോഗപ്രതിരോധ ശേഷിയൊക്കെ നന്നായിട്ട് വേണ്ട സമയമാണ്. അതിനായിട്ട് നമ്മൾ വൈറ്റമിൻ സി ഉള്ള ഫുഡുകളൊക്കെ ഒരുപാട് കഴിക്കണം. വൈറ്റമിൻ സി നന്നായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഓറഞ്ച് കഴിച്ചതിന് ശേഷം ഓറഞ്ചിൻ്റെ തൊലി കളയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി തൊട്ട് ഓറഞ്ചിൻ്റെ തൊലി ആരും കളയണ്ട. നന്നായിട്ട് അത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കാരണം പച്ചയ്ക്കുള്ള തൊലി നമ്മുടെ മുഖത്ത് യൂസ് ചെയ്താൽ, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്താൽ അപ്പോൾ നേരെ വിപരീതമായിട്ടുള്ള ഫലമായിട്ട് കിട്ടുക. അതുകൊണ്ട് നന്നായി ഉണക്കി പൊടിച്ചതിന് ശേഷം ഒരു 4-5 ദിവസം, ഇപ്പോൾ സമ്മറാണല്ലോ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ 4-5 ദിവസം അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം പൊടിച്ച് സൂക്ഷിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമ്മറൊക്കെ ആയ കാരണം നമുക്ക് വെയിലത്ത് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. ഓറഞ്ചിൻ്റെ തൊലി ഡ്രൈ അല്ലാതെ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് അലർജി ഉണ്ടാവും, ഭയങ്കര നീറ്റലായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ഫൈനായിട്ട് പൊടിച്ചെടുക്കാനും പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നന്നായി ഉണക്കിയെടുത്ത് ഇതുപോലത്തെ സൗണ്ട് കേൾക്കാം, നല്ല ഉണങ്ങിയതിൻ്റെ. ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താലാണ് നമുക്കൊരു പേസ്റ്റ് പോലെ മുഖത്തൊരു പാക്ക് പോലെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ക്രബ് പോലെ ആയിട്ടായിരിക്കും ഇരിക്കാം. ഓക്കെ, ഇപ്പോൾ നല്ല ഫൈനായിട്ട് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ അടച്ചു വെച്ച് സൂക്ഷിക്കാം ഒരു 6 മാസം വരെ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി എടുത്ത് ഫേസ് പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകാനോ അതിനായിട്ടൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ്. തൈരിനേക്കാളും കുറച്ച് കുറവ്, അതായത് 1 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് ഓറഞ്ചിൻ്റെ പീലിൻ്റെ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓറഞ്ചിൻ്റെ പീൽ പൗഡർ തൈരിനേക്കാളും ഒരിക്കലും കൂടുതലായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പം നമുക്ക് നല്ല നീറ്റം പോലെ തോന്നും. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഏത് ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറം മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ കണ്ണിലാവാതെ സൂക്ഷിച്ച് കണ്ണിൻ്റെ താഴെ മാത്രം അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെറ്റിയിൽ, കവിളിൽ, മൂക്കിൻ്റെ സൈഡിൽ, അതുപോലെ ചുണ്ടിൻ്റെ മേലെ, താഴെ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കാം. ചെവിയുടെ അവിടെയും വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെവിയുടെ അവിടെ അപ്ലൈ ചെയ്തില്ലെങ്കിലും മസ്റ്റായിട്ടും കഴുത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. മുഖത്ത് എന്ത് ചെയ്യുകയാണെങ്കിലും, അത് ഫേസ് പാക്ക് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും, മുഖത്ത് എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നോ അതൊക്കെ കഴുത്തിൽ അപ്ലൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മുഖത്തും കഴുത്തിലും കളർ ഡിഫറൻസ് എടുത്ത് കാണിക്കും. മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, കഴുത്ത് ഡള്ളായിട്ടിരിക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായി മസാജ് ചെയ്തും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു 15-20 മിനിറ്റ് നേരം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്തിരുന്നത്. നിങ്ങൾ പുറത്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല ബ്രൈറ്റ് ആയിട്ട്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഗ്ലോ ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മളിത് ഒന്നിടവിട്ട ദിവസങ്ങൾ അപ്ലൈ ചെയ്യാം. ഡെയിലി വേണ്ട, ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട്, നല്ല ഗ്ലോ, അതുപോലെ മുഖത്ത് കുരുക്കളോ കറുത്ത പാടുകളോ കണ്ണിൻ്റെ താഴെ ഉള്ള കറുത്ത പാട്, കഴുത്തിൻ്റെ കറുത്ത പാട്, ഇതൊക്കെ മാറാനായിട്ട് സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസിനും വളരെ നല്ലതാണ്. എന്നാലും നമ്മൾ എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു നീറ്റിലും ഒരു ഇറിറ്റേഷനൊക്കെ തോന്നും. അത് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയാം. അല്ലാതെ അത് നോർമലാണ്. പിന്നെ നമുക്കത് ശരിയായിട്ട് വരും. പിന്നെ അത് കുഴപ്പമില്ലാണ്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ കളയുന്ന ഒരു സംഭവമാണ് ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറയുന്നത്. ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇത്രയും
പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം ശ്രുതി.